ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഒരു ശ്ലോകം പഠിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താ, കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ശ്ലോകം, അതായത് പത്രം പുഷ്പം ഫലം തോയം യുഹമേ ഭക്ത്യാ പ്രയച്ഛതി എന്നുള്ളൊരു ശ്ലോകം നമ്മൾ പഠിച്ചു. അതൊന്നുകൂടി വ്യക്തമാക്കണമെന്ന് ചില ശ്രോതാക്കൾ എന്നോട് പറഞ്ഞു. എനിക്കും തോന്നി അതൊന്നുകൂടി വ്യക്തമാക്കട്ടെ, ഉദാഹരണ സഹിതം വ്യക്തമാക്കട്ടെ, എന്നാൽ ഒന്നുകൂടി നന്നാവും എന്ന് തോന്നി. അപ്പോൾ അതിനനുസരിച്ച് ആ ശ്ലോകം പഠിച്ചത് ഒന്നുകൂടി എന്താ പറയുക, ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ 5 സാധനങ്ങൾ, പത്രം പുഷ്പം ഫലം തോയം, 4 ഉള്ളൂ. പത്രം എന്ന് പറഞ്ഞാൽ ഇല അല്ലേ. അപ്പം ഇത് ഏത് സാധനമായാലും ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ അതിൻ്റെ വില ഞാൻ നോക്കുന്നില്ല, അതിന് സ്വാദ് ഞാൻ നോക്കുന്നില്ല, അത് എത്ര കേമാണ് നോക്കുന്നില്ല, എനിക്കത് വളരെ കേമാണ്, വളരെ നല്ലതാ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഈ പത്രം ആരാ നൽകിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഭാഗവത്തിൽ ചെറിയൊരു ഉദാഹരണ സഹിതം കിട്ടും. എന്താണത്? പത്രം, ഇല ആരാ കൊടുത്തത്? ഭഗവാന്. അത് പാഞ്ചാലി കൃഷ്ണ എന്ന് വിളിച്ച് കരഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ ആ സന്ദർഭം എന്ന് നമുക്കറിയുന്നതാണ്. ദുർവാസാവ് എന്ന് ശപിക്കുന്നൊരു ഘട്ടം. ഒന്നും കൊടുക്കാനില്ല, അതിഥിയായ വന്ന ദുർവാസാവ് ഒന്നും കൊടുക്കാനില്ല. ഇനി എന്താ ചെയ്യുക? എന്താ ഒന്നും കൊടുക്കാനില്ല അതാവാൻ കാരണം? അക്ഷയപാത്രത്തിൽ ഒന്നുമില്ല. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അവർ കാട്ടിലാണ് താനും. ഇപ്പം എന്താ ചെയ്യുക? ഭഗവാനോട് പറയാം, അല്ലാണ്ട് എന്താ. ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല എന്നിട്ടാണ് കൃഷ്ണ വിളിച്ചത്. ഉണ്ടാവും, ആ പാത്രം കണ്ടെടുക്കൂ എന്ന് പറഞ്ഞ് അക്ഷയപാത്രം എടുത്ത് നോക്കിയപ്പോൾ അതിൽ വക്കത്ത് ഒരു ഇല പറ്റി പിടിച്ചിരുന്നു. അത് ഭഗവാൻ എടുത്ത് കുറച്ച് വെള്ളം കൂടിയാണ് കുടിച്ചു. അപ്പോൾ ഇല കിട്ടി. ആ ഇല കൊടുത്തതല്ല, വാങ്ങിയതാ. അപ്പോൾ ഭഗവാൻ ചിലരുടെ അടുത്ത് വാങ്ങും. ഉദാഹരണം കുചേലൻ്റെ കാര്യം. കുചേലൻ അവല് കയ്യിൽ വെച്ചു, അത് കൊടുക്കാൻ വയ്യ, ഇത്ര നല്ലതല്ല എന്നൊരു ബോധ്യം. പക്ഷേ നല്ലതാണ്, ഭഗവാൻ അതിന് മാഹാത്മ്യം ഉണ്ട്, അതുകൊണ്ട് തട്ടിപ്പറത്തെടുത്തു എന്നാ. അതുപോലെ കൊടുക്കാത്ത ഇല എടുത്തു, അപ്പോൾ പത്രമായി. സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു, ഫലം കിട്ടും ചെയ്തു. അങ്ങനെയാണ് കൊടുത്തതിനൊക്കെ ഇരട്ടിയായിട്ട്. പർജന്യവത്തൽ സ്വയം ഇക്ഷമാണോ എന്ന് തന്നെ പറയുന്നുണ്ട് വിജയവൃത്തത്തിൽ. ഭഗവാൻ ഇങ്ങോട്ട് എടുത്താൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ പാഞ്ചാലിയുടെ വിഷമം തീർത്തു കൊടുത്തു. പത്രം പുഷ്പം. പിന്നെ പുഷ്പം അർപ്പിച്ച ഒരാൾ, അത് ഗജേന്ദ്രനാണ്. ഗജേന്ദ്രൻ്റെ കഥ നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ ഭാഗവത്തിൽ പഠിച്ചതാണ്. ആരും ഇനി രക്ഷിക്കാനില്ല. ഗജേന്ദ്രൻ ആനയുടെ രാജാവിൻ്റെയാണ്. അനവധി ആനകളും പിടിയാനകളും കുട്ടിയാനകളും ഒക്കെ സഹായിക്കാനുണ്ട്. അവർക്കൊന്നും സാധിക്കില്ല രക്ഷിക്കാൻ എന്ന് മനസ്സിലായപ്പോൾ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഒരു താമരപ്പൂവ് അവശേഷിക്കുന്നുണ്ടായിരുന്നു അത്രേ ആ സരസ്സിൽ. അത് പിടിച്ച് തുമ്പിക്കൈകൊണ്ട് ഒക്കിപ്പിടിച്ച് അവശനഗജമുച്ചരിച്ചാൻ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ആ പുഷ്പം അർപ്പിച്ചു. സന്തോഷമായി ഭഗവാൻ ആ പുഷ്പം സ്വീകരിച്ചു. ഇതിലൊക്കെ പിന്നിൽ എന്താ ഉള്ളത്? ഈ കൊടുത്ത സാധനങ്ങളിലൊക്കെ പിന്നിൽ എന്താ ഉള്ളത്? ഭക്തി എന്നുള്ള ആ ഒരു അതിപ്രധാനമായ ഒരു സംഗതിയുണ്ട്. ആ ഭക്തിയോടുകൂടി കൊടുത്തത് ഭഗവാൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു, വളരെ സന്തോഷത്തോടു കൂടി. ഇപ്പം പത്രമായി, പുഷ്പമായി. പിന്നെ ഫലം ആരാ കൊടുത്തത്? ഫലം കൊടുത്തിട്ടുണ്ട്. അതിൽ ശബരിയുടെ ഒരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഭഗവാൻ വരുന്നുണ്ട്, ശ്രീരാമൻ സ്വാമി വരുന്നുണ്ട് എന്ന് വിചാരിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല ഫലങ്ങൾ ഇങ്ങനെ പറിച്ചു വെക്കും. എന്നാൽ നല്ലതാണോ എന്ന് അറിയാൻ, അല്ലെങ്കിൽ വല്ല പുളിയുണ്ടോ വേറെ എന്തെങ്കിലും കേടുണ്ടോ എന്ന് അറിയാൻ കടിച്ചു നോക്കുക. കടിച്ചു നോക്കി ഇത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച നല്ല ഫലങ്ങൾ ആണ് കൊടുത്തത്. അപ്പോൾ കടിച്ചത് ശരിക്കും കൊടുക്കാൻ പാടില്ല, എച്ചിൽ എന്നൊക്കെ ഉണ്ട്. അതൊന്നും അവിടെ വിഷയമല്ല. ഭഗവാൻ പ്രസാദിക്കണം, നല്ലത് ഭഗവാന് കൊടുക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്തു? ഫലം കൊടുത്തു. പത്രം പുഷ്പം ഫലം തോയം ആരാ കൊടുത്തത്? തോയം എന്ന് പറഞ്ഞാൽ ജലം. അത് വലിയൊരു കഥയാണ്, മുഴുവൻ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യം കൊണ്ട് പറയും. രന്തിദേവൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം ദാനം ചെയ്യും. ഇതൊക്കെ കിട്ടിയതാണ്, എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട്
ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ദാനം ചെയ്ത് ഒന്നുമില്ലാതായി. എന്നിട്ട് പട്ടിണി കിടന്നിങ്ങനെ മരിക്കാറായി, 48 ദിവസം ഒന്നും ജലപാനമില്ലാതെ എന്നൊക്കെയാണ് പറഞ്ഞത് ഭാഗവതത്തിൽ. അവസാനം കുറച്ച് ഭക്ഷണം, കുറച്ച് വെള്ളം ഒക്കെ കിട്ടി. അത് എന്താ കഴിക്കാൻ പുറപ്പെട്ട സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്നു. അതിഥിയല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം സുഖമായി സന്തോഷമായി പോയി. അതിഥിക്ക് കൊടുക്കുക, എന്നിട്ടല്ലേ നമ്മൾ കഴിക്കുക. ഇവിടെ പട്ടിണി കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിലും കൂടിയിട്ട് ഭഗവാനാണ് എല്ലാവരിലും എന്ന് ഉള്ള തത്വം മനസ്സിലാക്കി ആ ബ്രാഹ്മണൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് കഴിക്കാൻ പുറപ്പെടുമ്പോൾ അപ്പോഴാ വേറെ ഒരു ശൂദ്രൻ വന്നു, അവനും കൊടുത്തു ബാക്കിയുള്ളത്. ഇനി ഒന്നുമില്ല ബാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുറച്ചുകൂടി ലേശം എന്തോ ഉണ്ട്, അതാണ് കഴിക്കാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് നായ്ക്കളെയും കൊണ്ട് ഒരാളങ്ങനെ ഒന്ന് വിശന്നിട്ട് വയ്യ എന്ന് പറയേണ്ട വന്നത്. അപ്പം ബാക്കിയുള്ളത് ആ ആൾക്കും കൊടുത്തു. ഇനി ഒന്നുമില്ല അവിടെ, കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ അത് കുടിച്ചാൽ അങ്ങോട്ട് കുടുംബവും താനും ഇത് അനുഭവിക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതങ്ങോട്ട് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അതാ അയ്യോ എന്ന് പറഞ്ഞൊരു ആൾ ഓടി ഇങ്ങനെ വരിക. രണ്ടാൾ ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? ലേശം വെള്ളമുണ്ട്, അത് കുടിച്ചിരിക്കാം എന്ന് വിചാരിച്ചതാ. എന്നാൽ എന്നേക്കാളും ആവശ്യം ഈ വന്ന ആൾക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വെള്ളം എടുത്ത് അങ്ങോട്ടും കൊടുത്തു. അങ്ങനെ ആ വെള്ളം സമർപ്പിച്ചു. ആരാണെന്ന് വിചാരിച്ചത്? ഈ വന്ന ആളാരാ? ശ്രീഹരി തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ ബാക്കിയുള്ള ജലം അതും കൊടുത്തു. അത് അങ്ങോട്ട് കുടിച്ചു. ഇതൊരു പരീക്ഷണമായിരുന്നു. ബ്രഹ്മാദികൾ പരീക്ഷിച്ചതാണ് രന്തിദേവൻ എന്നാണ്. എല്ലാറ്റിലും ഈശ്വരമയമാണ്, എല്ലാം ഈശ്വരനാണ്, ശ്രീഹരിയാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത്. അപ്പം മറ്റുള്ളവരുടെ സങ്കടം തീർത്താൽ എന്തായി? ശ്രീഹരിയെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമായി എന്ന് വിചാരിച്ച് ഉള്ള ജലവും കൊടുത്തു. അപ്പം തോയം കൊടുത്തത് രന്തിദേവൻ. ഇങ്ങനെ ഈ 5 ആൾക്കാരെ, 5 ആളും ഭക്തോത്തമന്മാരെന്നോ ഭക്ത അഗ്രേസരന്മാരെന്നോ എന്ത് വേണമെച്ചാൽ പറയാം. അപ്പം അവരുടെ ആ ഭക്തിയിൽ സന്തുഷ്ടനായി ഭഗവാൻ. കുറച്ചേ ഉള്ളൂ ഇതൊക്കെ, ഒന്നുമില്ല എന്നല്ലേ പറയാം അല്ലേ? ഇല എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ഒന്നുമില്ല അവിടെ. ചീരയുടെ ഇല ഉണ്ടോ എന്നൊരു സംശയം, കറിയുടെ അംശം ബാക്കി. അപ്പം ഇത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭഗവാൻ അതിന് ക്വാളിറ്റി ഉള്ളതായിട്ട് മനസ്സിലാക്കി, അങ്ങനെ കണക്കാക്കി, അങ്ങനെ അത് സ്വീകരിച്ചു. അപ്പം അതും സ്വീകരിച്ചു. ഒരു പൂവേ ഉള്ളൂ, ജീവനെ രക്ഷിക്കാൻ ഉള്ള ഔഷധമായി മാറി ആ പൂവ്. അങ്ങനെ ഗജേന്ദ്രനെ മുതലയുടെ കടിയിൽ നിന്ന് മോചിപ്പിച്ചു. ഇവരൊക്കെ ഭക്തിയോടുകൂടി സമർപ്പിച്ചപ്പോൾ അവർക്കൊക്കെ മോക്ഷം കിട്ടി, അല്ലെങ്കിൽ അവരുടെ തൽക്കാല പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എല്ലാവർക്കും വേണ്ടത് ഭഗവാൻ കൊടുത്തു. ഭഗവാന് എന്താ ഇല്ലാത്തതില്ലേ? എല്ലാം ഉണ്ട് ഭഗവാന്. പിന്നെ ആവശ്യക്കാരായുള്ള ആൾക്ക് അവരുടെ ആവശ്യം പരിഹരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ദുഃഖം തീർത്തു കൊടുക്കുന്നു. ഇവർക്കൊക്കെ ഈ 4 വിധം ഭക്തന്മാരുണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഭഗവത്ഗീതയിലെ. ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതഋഷഭ. അപ്പോൾ ദുഃഖിച്ച് കൃഷ്ണ എന്ന് വിചാരിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ച് നമ്മളുടെ ദുഃഖം തീർക്കുന്നു. അതും ഭഗവാൻ സന്തോഷത്തോടു കൂടി എനിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അവൻ്റെ ദുഃഖം ഞാൻ തീർക്കുന്നു. അപ്പോൾ ദുഃഖിക്കുന്ന ആത്മാക്കൾക്ക്, ജീവാത്മാക്കൾക്ക് അവരുടെ ദുഃഖം തീർത്തു കൊടുക്കുന്നു. ആപത്തു തീർത്തിയിടും ഗോകുല ബാലൻ്റെ ചാവല്യ ലീലകൾ കാണാ കേണം. നമ്മളുടെ ദുഃഖം ഇല്ലാതാക്കുന്ന ആളാരാ? കൃഷ്ണനാണ്. ബന്ധുക്കളില്ലാത്തോർക്കു ബന്ധുവാകിയ കൃഷ്ണൻ. ഈശ്വരനുണ്ട്, നമുക്കൊക്കെ ഒരാളുണ്ട്, ബലം. ആരാ? ബലം കൃഷ്ണനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി എനിക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല, എനിക്ക് ഭയമില്ലാണ്ടിരിക്കാൻ കാരണം എൻ്റെ അഹങ്കാരമല്ല, എൻ്റെ കഴിവുകൊണ്ടല്ല. പിന്നെന്താണ്? എനിക്ക് കൃഷ്ണൻ്റെ പദാബ്ജമില്ലേ എന്ന രീതിയിൽ ഭക്തിയോടുകൂടി എന്ത് ഭഗവാന് സമർപ്പിച്ചാലും അത് വലിയതായി കണക്കാക്കി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഭക്തൻ്റെ ദുഃഖങ്ങൾ തീർക്കുന്നു ഭഗവാൻ എന്നാണ് ഈ ശ്ലോകം നമ്മളെ
പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടിയും വ്യക്തമാക്കണം, ഭക്തിയുടെ മാഹാത്മ്യം വ്യക്തമാക്കണം എന്ന് ചിലർ പറയുകയും എനിക്ക് സ്വയം തോന്നുകയും ഇതൊക്കെ ഭഗവാന്റെ ഒരു പ്രേരണയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഭഗവാൻ പ്രേരിപ്പിക്കുന്നു, എന്ത് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കർമ്മണ്യവാധികാരസ്ഥ എന്നുള്ളത് ഉള്ള പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, അത് കുറേ നന്നായിട്ട് പറയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അനവധി ആൾ കണ്ടു, അത് സന്തോഷമായി. അതുപോലെയുള്ള ചില ശ്ലോകങ്ങൾ ഇതിനു മുമ്പേ അനന്യാസ്യന്തയന്തോമാം എന്ന ശ്ലോകവും നമ്മൾ അതേപോലെ വേറെ പറയാനൊക്കെ ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഈ ശ്ലോകവും രണ്ടും കൂടി ഒരുപോലെ നമ്മൾക്ക് എടുക്കാം. ഒന്ന് ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നും, പിന്നെ ഭക്തി വേണമെന്നും എന്ന് പറഞ്ഞാൽ ഏതൊരു ആളും എനിക്ക് ആശ്രയമില്ല, എനിക്ക് ആശ്രയം കൃഷ്ണനാണ് എന്ന വിശ്വാസത്തോടു കൂടി ആരാണോ ഭഗവാനെ ഭജിക്കുന്നത് അവരുടെ ദുഃഖം ഭഗവാൻ ഇല്ലാതാക്കും. പേടിക്കണ്ട, ഞാനുണ്ട്, നിനക്ക് ഞാനില്ലേ, എന്തിനാ ഭയപ്പെടുന്നത് എന്ന് പറയുക മാത്രമല്ല, നമ്മളുടെ ദുഃഖം ഇല്ലാതാക്കുകയും യോഗക്ഷേമം വഹമ്യഹം, ഭഗവാൻ തന്നെ അതുകൊണ്ട് ഏറ്റെടുക്കും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഏറ്റെടുത്ത് നടത്തി നമ്മളെ സർവ്വ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നു എന്നുള്ള ആശയം വ്യക്തമാക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ. നമ്മൾ പത്രം പുഷ്പം ഫലം തോയം യുമേ ഭക്ത്യാ പ്രയച്ഛതി, ആ ഭക്ത്യാ പ്രയച്ഛതി, ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അത് ഭഗവാൻ സ്വീകരിക്കും. തദഹം ഭക്തിബഹളം അസ്നാമി, എനിക്കിത് വളരെ പ്രിയപ്പെട്ടതാണ്. കുചേലനോട് എന്താ പറഞ്ഞത്? ഇത്ര സ്വാദുള്ളൊരു അവല് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. നീ വേണമെങ്കിൽ അന്ന് ഗുരുകുലത്തിനൊക്കെ കഴിച്ചത് ഏതാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര ഒരു നല്ല സ്വാദുള്ള അവല് കഴിച്ചിട്ടില്ല. കുചേലനറിയാം ഇതിന് അത്ര സ്വാദൊന്നുമില്ല. എന്താണ്? ക്ഷിപ്രമിരുട്ടത്തിയിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറും അപ്രതൂകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. അന്ന് കല്ലും പിന്നെ നെല്ലും ഒക്കെ ഉണ്ട്, ഇരുട്ടത്താ ഇടിച്ചത്, അത്രയൊന്നും നന്നായിട്ടില്ല. പിന്നെ അതൊരു കഷ്ണം ശർക്കര പോലും ഉപരിയായിട്ട് ഇട്ടിട്ടില്ല, ഒന്നുമില്ല, അവിലാണ്. ഈ അവില് ഒരു മധുരം മാത്രം ചേർത്തിട്ടുണ്ട്. അതെന്താ? ഭക്തി എന്നുള്ള ആ മധുരം. ഇത് ഭഗവാന് മതിയാവോ? ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കൊണ്ടു തന്നതല്ലേ, കയ്യിൽ തന്ന് അയച്ചതാ. അപ്പം അത് കൊടുക്കാതിരിക്കാനും വയ്യ. ചോദിച്ചാൽ കൊടുക്കാം എന്ന് വിചാരിച്ചോ എന്നറിയില്ല. ഏതായാലും ഭഗവാൻ തട്ടിപ്പറിച്ചെടുത്തു. ഇത് വളരെ സ്വാദുണ്ട് എന്ന് പറഞ്ഞു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ നമുക്കും എന്തെങ്കിലും ഭഗവാനെ സമർപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത് ഭക്തിയോടുകൂടിയാണ് ആവണം. എന്നാലേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ, ഭഗവാൻ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഞാൻ ഇത്ര ഉറുപ്പിക കൊടുത്തു അമ്പലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഇത്ര ചെയ്തു, പേരെഴുതി വയ്ക്കുക, അതൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുമോ എന്നറിയില്ല. ഏതായാലും ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്, ഭക്തിക്കാണ് പ്രാധാന്യം, കരുണസാധനത്തിനല്ല, ഭാവത്തിനാണ്. ഏത് ഭാവത്തോടു കൂടിയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു.